നിങ്ങളിപ്പോൾ എവിടുന്നാണ് വരുന്നത്? മുണ്ടക്കയിൽ നിന്നാണോ? മുണ്ടക്കയിൽ നിന്ന്, മുണ്ടക്കയിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് പുഞ്ചിരിമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇറങ്ങി വരുന്നത്. അവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിൽ നടക്കുന്നത്. ഒരുപാട് വാഹനങ്ങളുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്. അതിനെക്കൂടി നമ്മളും സഹായിച്ചിരുന്നിരുന്നു. ഏറെക്കുറെ ഇപ്പോൾ അവിടുത്തെ മുണ്ടക്കയിലെ തെരച്ചിൽ ഏറെക്കുറെ കഴിഞ്ഞു തന്നെ പറയാൻ സാധിക്കും. പറയാം. സർക്കാർ അവസാനിപ്പിക്കുന്നില്ലെങ്കിലും അവസാനിപ്പിക്കുന്നത് ഇപ്പം നിലവിൽ ഒന്നും കാണാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. എല്ലാ തെരച്ചിലും എല്ലാ സംവിധാനം അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെ കണ്ടെത്താനോ മറ്റു ബോഡികൾ കണ്ടെത്താനോ സാധിക്കുന്നില്ല. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വിളിച്ചു വന്നെന്ന് പറയുന്നത്. അതിൽ കുറേ ആളുകൾ മാറ്റി താമസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബന്ധുക്കളൊന്നും അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്ന സ്ഥിതിയുണ്ട്. പക്ഷെ ആ പറയുന്ന കുടുംബങ്ങളും അയൽവാസികളും കാണിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്തായിട്ടുണ്ട് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള. ആദിവാസികളെയും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണല്ലേ അവരുടെ ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് എവിടെയൊക്കെ കുടുങ്ങി? അല്ല, അവിടുത്തെ പ്രദേശവാസികളെ നേരത്തെ താമസിക്കുന്ന പ്രദേശവാസികൾ പറയുന്ന അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരും ഉദ്യോഗസ്ഥന്മാരും ഏകോപിച്ചുള്ള ഒരു ഇതിൻ്റെ മുകളിലാണ് എന്താകുന്നത് കാര്യങ്ങൾ നടക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങളിങ്ങോട്ട് വരും? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോൾ ഇന്ന് 6 ടീമായിട്ട് 30 അടങ്ങുന്ന 5 ടീം ഇന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പുകളും മറ്റും വേറെ ടീമുകളുണ്ട്. അങ്ങനെ 100 കണക്കിന് ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ പ്രവർത്തകർ അന്നു മുതൽ ആ ദുരന്തം മറന്ന മുതൽ ഈ സമയം വരെയുണ്ട്. ഇനിയും ഈ സർക്കാർ നിർത്തുന്നവരെയും ഈ സംവിധാനത്തോടു കൂടി ഡിവൈഎഫ്ഐ രംഗത്തുണ്ടാവും. അസദ്, എന്തായാലും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരാണ് ഇവർ. ആദ്യ ദിവസം മുതൽ തന്നെ ഈ സംഭവം നടന്ന അന്നു മുതൽ ഓടിയെത്തി ഇവിടെ രക്ഷാപ്രവർത്തനത്തിലും ആളുകളെ സഹായിക്കാനും ഒക്കെയായി വലിയ തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്. ഓരോ സംഘങ്ങളായി പല സംഘങ്ങളായി മാറി ആണ് ഓരോ ഭാഗത്തും ഇവർ തെരച്ചിൽ നടത്തിയത്. ഇവർ വ്യക്തമാക്കുന്നത് നിലവിൽ ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള പ്രദേശവാസികളുടെ കൂടി അഭിപ്രായമൊക്കെ ആരാഞ്ഞ ശേഷം അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള കൂടി നിർദ്ദേശങ്ങൾ ഒക്കെ കണക്കിലെടുത്താണ് ഈ സേനയും അതുപോലെ തന്നെ ഇവരുൾപ്പെടുന്ന രക്ഷാപ്രവർത്തകരും ഒക്കെ ഈ തെരച്ചിലും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇനി സർക്കാർ എന്ന് അവസാനിപ്പിക്കും എന്ന് പറയുന്ന ദിവസം വരെ തങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു.